ഇവിടെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിന് BJP RSS സംഘപരിവാറിനെ പ്രതിരോധിക്കാനുള്ള ത്രാണിയില്ല. അവർ സ്വീകരിക്കുന്ന ഒരു RSSന്റെ നയം തന്നെയാണ്, ഒരു മൃദു ഹിന്ദുത്വ സമീപനമാണ്. RSSനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസില്ല. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ചില നേതാക്കൾ BJPയിലേക്ക് പോയി. അതിന് കുറച്ചു മുമ്പ് വേറെ വലിയൊരു നേതാവിൻ്റെ മകൻ കോൺഗ്രസിൽ BJPയിലേക്ക് പോയി. അവൻ ഡൽഹിയിലെ കോൺഗ്രസിൻ്റെ പുതിയ സംവിധാനത്തിൻ്റെ ചീഫായിരുന്നു. അങ്ങനെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കളുടെ മക്കളും കോൺഗ്രസ്സുകാരുമൊക്കെ ഇപ്പോൾ കൂട്ടമായി തന്നെ ഒറ്റതിരിഞ്ഞും കൂട്ടായും BJPയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കോൺഗ്രസ് ദുർബലപ്പെടുകയാണ്. കോൺഗ്രസ് ദുർബലപ്പെടുന്നതിൻ്റെ അടിസ്ഥാനം അവരുടെ രാഷ്ട്രീയ നയ സമീപനങ്ങളാണ്. ആ രാഷ്ട്രീയ നയ സമീപനം തിരുത്താത്തിടത്തോളം കാലം കോൺഗ്രസ് രക്ഷപ്പെടില്ല. കോൺഗ്രസ് ഇനിയും കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ദുർബലമാകും. ഇന്ത്യയിൽ ഇടതുപക്ഷ ജനാധിപത്യ ശക്തി, കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ശക്തി പ്രാപിച്ചിട്ട് വേണം ഇന്ത്യയെ ശക്തിപ്പെടുത്തി RSSനെ പ്രതിരോധിക്കാൻ, BJPയെ പ്രതിരോധിക്കാൻ. ഇവിടെ പൗരത്വ ഭേദഗതി നിയമം, അതുപോലെ തന്നെ ക്ഷേത്ര നിർമ്മാണം, ഗോവധ നിരോധനം, ഇങ്ങനെയുള്ള കുറേ നിയമങ്ങളൊക്കെ ഉണ്ടാക്കി ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളെയൊക്കെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഈ ദുർഭരണം, ജനവിരുദ്ധമായ നയങ്ങൾ തുടരുന്നു. പട്ടിണിയും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വർദ്ധിച്ചു വരുന്നു. ഇത്തരത്തിലുള്ളൊരു ഭരണത്തെ അധികാരത്തിന് താഴെ ഇറക്കി ജനങ്ങളുടെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാൻ, പൗരാവകാശം സംരക്ഷിക്കാൻ കഴിയത്തക്ക നിലയിലൊരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കാൻ ഇന്ത്യയെ ശക്തിപ്പെടുത്തണം. നേരത്തെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJPക്ക് പാർലമെന്റിൽ കുറേ സീറ്റ് കിട്ടിയിരുന്നു. പക്ഷേ ആ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJPക്കെതിരായിട്ടുള്ള പൊതുവായ ചെറുത്തുനിൽപ്പ് ശക്തിപ്പെട്ടു വരികയാണ്. ഉത്തർപ്രദേശിലും അതുപോലെ തന്നെ ബീഹാറിലും വലിയ ബഹുജന മുന്നേറ്റമാണ് അടുത്ത കാലത്ത് ഉണ്ടായത്. രാജസ്ഥാനിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ നിലപാടാണ് അവിടെ അധികാരം നഷ്ടപ്പെടാനിടയാക്കിയത്. അവിടെ BJPയെ പ്രതിരോധിക്കുക എന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചിരുന്നുവെങ്കിൽ രാജസ്ഥാനിൽ കോൺഗ്രസിന് ജയിക്കാൻ സാധിക്കുമായിരുന്നില്ല, BJPക്ക് ജയിക്കാൻ സാധിക്കുമായിരുന്നില്ല. കോൺഗ്രസ് BJP എതിർക്കുന്ന പാർട്ടികളെല്ലാം അകറ്റി നിർത്തി. അതിന്റെ ഫലം കോൺഗ്രസിന് രാജസ്ഥാനിൽ അധികാരം നഷ്ടപ്പെട്ടു. ഇതാണ് രാജസ്ഥാനിലെ സ്ഥിതി. ഇപ്പോഴും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. BJPക്കും RSSനും എതിരായിട്ട് ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഇപ്പോഴും അവർക്ക് സാധിക്കുന്നില്ല. കേരളത്തിലെ 20 പാർലമെന്റ് നിയോജക മണ്ഡലത്തിലും അവർക്ക് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ കഴിയുന്നില്ല. ഒരു പാർട്ടിക്ക് പോലും, കോൺഗ്രസിന് പോലും അവരുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ കഴിയുന്നില്ല. പല സ്ഥാനാർത്ഥികൾ രംഗപ്രവേശനം ചെയ്യുന്നു, സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മത്സരങ്ങൾ മുറുകുന്നു, സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയിട്ടുള്ള മത്സരങ്ങൾ മുറുകുന്നു. അതിൻ്റെ പിന്നിൽ കോൺഗ്രസിന്റെ നേതാക്കൾ പിടിമുറുക്കുന്നു. അതിൻ്റെ എല്ലാം സംഘർഷമായി കേരളത്തിലെ കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് കോൺഗ്രസിന്റെ രാഷ്ട്രീയ നയത്തിന്റെ അപജയം, തകർച്ചയാണ്. പലരും ഇപ്പോൾ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അടുത്ത് പറഞ്ഞു കേൾക്കുന്നത്, ഇന്നത്തെ വാർത്തയിൽ കണ്ടത്, കോൺഗ്രസിന്റെ നേതാവ് ശ്രീ KC വേണുഗോപാൽ അദ്ദേഹം ആലപ്പുഴ വന്ന് മത്സരിക്കാൻ വേണ്ടി പോകുന്നു എന്നാണ്. അദ്ദേഹം ഇപ്പോൾ രാജസ്ഥാനിലെ MP ആണ്, രാജ്യസഭാംഗമാണ്. ഇവിടെ ജയിച്ചാൽ അവിടെ രാജ്യസഭ അംഗത്വം രാജിവെക്കണം. അവിടെ രാജിവെച്ചാൽ അവിടെ BJP ജയിക്കും. അപ്പൊ രാജസ്ഥാനിൽ ഒരു BJP അംഗത്തെ ഉണ്ടായിക്കൊടുക്കാൻ KC വേണുഗോപാലൻ ഇവിടെ വന്ന് മത്സരിക്കുകയാണ്. പിന്നെ ഇവിടെ ജയിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണെങ്കിൽ വളരെ സന്തോഷം. ആലപ്പുഴ ജില്ലയിൽ ജയിക്കാൻ സാധ്യതയില്ലെന്നുള്ള ധൈര്യത്തിലാണെങ്കിൽ സന്തോഷകരം തന്നെ. അതാണ് കോൺഗ്രസ് പാർട്ടി. BJPക്കെതിരായിട്ട് രാജ്യസഭക്കകത്തും ലോകസഭക്കകത്തും അംഗത്വം വർദ്ധിപ്പിച്ചുകൊണ്ട് പോരാടുക എന്നുള്ളതല്ല കോൺഗ്രസിന്റെ ലക്ഷ്യം. കഴിയുന്ന സ്ഥലത്ത് BJPക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കുക. ഈ നിലപാട് സ്വീകരിച്ചു പോയാൽ കോൺഗ്രസ് എവിടെ എത്തും? അതുകൊണ്ട് കോൺഗ്രസിന്റെ പിന്നിൽ അണിനിരന്നിട്ടുള്ള ജനാധിപത്യവാദികളോട്, മതനിരപേക്ഷതക്കാരോട്, അവർക്ക് പിന്നിൽ അണിനിരന്ന ന്യൂനപക്ഷങ്ങളോട്
ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് നിങ്ങളെല്ലാം ഇടതുപക്ഷ മുന്നണിക്ക് പിന്തുണയും കരുത്തും നൽകി രാജ്യത്തെ രക്ഷിക്കാനുള്ള ഞങ്ങളുടെ പ്രവർത്തനത്തിൽ സഹായികളാകണം, സഹകരിക്കണമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളോട് നൽകുന്ന അഭ്യർത്ഥനയും അതാണ്. ഈ കാര്യമാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്.